തായിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് റേഷനരി വെച്ചിട്ടൊരു കപ്സ് ഉണ്ടാക്കുന്ന കേട്ടോ അങ്ങ് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്ക് കണ്ടു നോക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇതിന് വേണ്ടി 1 കിലോ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോന് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേണം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 2 തക്കാളി, ഒരു 3-4 പച്ചമുളക്, പിന്നെ ഉള്ളി വേണം കേട്ടോ. വലിയതാണെങ്കിൽ 1 ഉള്ളി മതി. ഇത് ചെറുതായതിനെ കൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക്, പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ, മാഗി ക്യൂബ്, സൺഫ്ലവർ ഓയിൽ, കപ്സ മസാല, ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം കേട്ടോ. എന്നിട്ട് ഒരു ചെമ്പ് വെച്ച് കൊടുക്കാം. ചെമ്പ് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കപ്സ മസാല ഇട്ട് കൊടുക്കാം. തക്കാളി ഒഴിച്ച് കൊടുക്കാം. തക്കാളീനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് ചൂടായി വരണം കേട്ടോ. അത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ അരി എടുത്ത പാത്രത്തിൽ തന്നെയാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇതിന് 3/4 പാത്രം അരിയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നാരങ്ങ, ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മളെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കന് പൊരിച്ചിട്ട് വേണമെങ്കിൽ ഇത് നല്ലോണം ഒന്ന് ഇതിന് തിളച്ച് കുറച്ച് നേരം തിളച്ചതിന് ശേഷം ആ ചിക്കനെ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. കോരിയെടുത്തിട്ട് അത് നമുക്ക് പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ വേവിക്കും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ ഇതിൽ നിന്ന് കോരി എടുക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ പൊരിക്കാനുള്ള ചിക്കൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പൊരിക്കുകയാണെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ആ ചിക്കൻ അങ്ങ് കോരി എടുത്താൽ മതി കേട്ടോ. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് തിളച്ച് വെന്ത് വരട്ടെ. ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചോറിന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പം നമ്മൾ ചോറ് വെന്തോ നോക്കാം കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലോണം വറ്റരുത്, ചെറിയൊരു നനവ് വേണം കേട്ടോ. അതിമേൽ ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കുക. നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.